മാർച്ച്, ജൂൺ, സെപ്റ്റംബർ വർഷത്തിലെ ഈ 3 മാസങ്ങളാണ് നമ്മൾ ആപ്പിൾ യൂസേഴ്സിനെ സംബന്ധിച്ചിടത്തോളം പുതിയ കുറച്ച് കാര്യങ്ങൾ അല്ലെങ്കിൽ കുറച്ച് എക്സ്പെക്റ്റേഷൻ ഉള്ള മാസങ്ങളാണ് ഈ 3 മാസങ്ങൾ എസ്പെഷ്യലി. സോ അതിൽ ഈ മാസം നമുക്കറിയാം താമസിക്കാതെ തന്നെ ഈ വീക്കിൽ തന്നെ ഈ ആഴ്ച തന്നെ നമുക്ക് ആപ്പിളിൻ്റെ പുതിയ അപ്ഡേറ്റ് 17.4 അപ്ഡേറ്റ് വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു അപ്ഡേറ്റ് വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ്. ഇത് വരുന്നതുകൊണ്ട് തന്നെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് അപ്ഡേറ്റ് ചെയ്യുന്നതിന് മുന്നേ. അതോടൊപ്പം കഴിഞ്ഞ ആഴ്ചയിലെ നിങ്ങൾ അറിയാതെ പോയിട്ടുള്ള ആപ്പിളിൻ്റെ കുറച്ച് ന്യൂസുകൾ, വാർത്തകളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. സോ ദിസ് ഇസ് മീ മിലൻ ആൻഡ് വെൽക്കം ബാക്ക്. അപ്പോൾ ഇതിലെ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് വളരെ സന്തോഷമുണ്ട്. അതായത് iCloudൻ്റെ പേരിൽ ആപ്പിളിനെതിരെ ഒരു ക്ലാസ് ആക്ഷൻ ലോ സ്യൂട്ട് ഇപ്പോൾ വന്നിട്ടുണ്ട്. അതായത് iCloud നമുക്കറിയാം 5 GB ആണ് 2011 മുതൽ ഇതുവരെ 2024 ഇതുവരെ ആപ്പിൾ ഫ്രീ ആയിട്ട് കൊടുക്കുന്ന ഒരു സ്റ്റോറേജ് കപ്പാസിറ്റി എന്ന് പറയുന്നത് 5 GB മാത്രമേ ഉള്ളൂ. സോ ആപ്പിളിനെതിരെ 2 കാര്യങ്ങളാണ് ഇപ്പം iCloudന് ഈ ഒരു ക്ലാസ് ആക്ഷൻ ലോ സ്യൂട്ട് വന്നേക്കുന്നത്. ഒന്ന്, ഈ ഒരു iCloud സ്റ്റോറേജ് വർദ്ധിപ്പിക്കണം എന്നുള്ളത്, ബേസിക് ആയിട്ടുള്ള iCloud സ്റ്റോറേജ് വർദ്ധിപ്പിക്കണം എന്നുള്ളത്. 2, ഈ ഒരു 50 GB അതോടൊപ്പം തന്നെ 200 GB ഇതുപോലെയൊക്കെയാണ് ആപ്പിളിൻ്റെ iCloud സ്റ്റോറേജ് പ്രൈസിങ് കാര്യങ്ങളൊക്കെ അതിനെ ബേസ് ചെയ്തിട്ടാണ് വരുന്നത്. സോ അതിൻ്റെയൊക്കെ പ്രൈസ് എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. സോ ആ ഒരു കാര്യത്തിലും കുറവ് കൊണ്ടുവരണം എന്നുള്ള കാര്യത്തിലും. രണ്ടാമത്തെ കാര്യം, എൻ്റെ ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള കാര്യമാണ് കോൾ ഓഫ് ഡ്യൂട്ടി വാർസോൺ മൊബൈൽ. അത് നമ്മളുടെ എല്ലാം ഡിവൈസിൽ അല്ലെങ്കിൽ iOSലേക്ക് ആപ്പ് സ്റ്റോറിലേക്ക് വരുന്നു എന്നുള്ളതാണ്. അത് ഈ മാസം മാർച്ച് 21 നമുക്ക് ഈ ഒരു അപ്ഡേറ്റ് അല്ലെങ്കിൽ ഈ ഒരു ഗെയിം ലഭിക്കുന്നതായിരിക്കും. നാളുകളായിട്ട് കാത്തിരിക്കുന്നതാണ്. പബ്ജി കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്ന കൺസോൾ PC ഗെയിമിങ്ങിൽ ഏറ്റവും കൂടുതൽ യൂസേഴ്സ് ഉള്ള അല്ലെങ്കിൽ ഗെയിമേഴ്സ് ഇൻവോൾവ് ആയിരിക്കുന്ന ഒരു ഗെയിമാണ് കോൾ ഓഫ് ഡ്യൂട്ടി വാർസോൺ. സോ അതിൻ്റെ ആ ഒരു PC അല്ലെങ്കിൽ കൺസോൾ ഗെയിമിംഗ് അതേ ഒരു എക്സ്പീരിയൻസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു മൊബൈൽ ഗെയിമിംഗ് ആയിരിക്കും വാർസോൺ. സോ അത് ഈ ഒരു മാസം 21 വരുന്നു എന്നുള്ള സന്തോഷ വാർത്ത ആക്ടിവിഷൻ കഴിഞ്ഞ ദിവസം പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ 5 വർഷമായിട്ട് അവർ വർക്ക് ചെയ്തിരുന്ന ഒരു പ്രൊജക്റ്റ് ആയിരുന്നു ആപ്പിൾ കാർ എന്നുള്ളത്. അതെന്തായാലും കഴിഞ്ഞ ദിവസം ആപ്പിൾ ഡ്രോപ്പ് ചെയ്തു. കാരണം ആപ്പിളിന് മറ്റ് ചില കാര്യങ്ങളിൽ ഇപ്പം കോൺസെൻട്രേഷൻ കൊടുക്കേണ്ടതുണ്ട്. എസ്പെഷ്യലി AI, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കാര്യത്തിൽ കാര്യമായിട്ടുള്ളൊരു ചേഞ്ചാണ് നമുക്ക് iOS 18 വരാൻ പോകുന്നത്. സോ അതിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതുകൊണ്ടും അതോടൊപ്പം തന്നെ ടെക്നിക്കലി കുറേയധികം പ്രോബ്ലംസ് കാർ ഡെവലപ്പ് ചെയ്യുന്ന കാര്യത്തിൽ ഫേസ് ചെയ്യേണ്ട വന്നുകൊണ്ടും നിലവിൽ ആ ഒരു കാർ പ്രൊജക്റ്റ് ആപ്പിൾ ഒന്ന് സൈഡിലേക്ക് ഒതുക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഈ ആഴ്ച നമുക്ക് ലഭിക്കുന്ന നമ്മളുടെ എല്ലാ ഡിവൈസുകളിലും ലഭിക്കുന്ന ആപ്പിളിൻ്റെ പുതിയ അപ്ഡേറ്റ് ആണ് 17.4. ഈ ഒരു അപ്ഡേറ്റ് നമുക്ക് iPhone XS മുതൽ iPhone 15 Pro Max വരെയുള്ള എല്ലാ ഡിവൈസുകളിലും നമുക്ക് ഈ ഒരു അപ്ഡേറ്റ് ലഭിക്കുന്നതായിരിക്കും. ഈ ഒരു അപ്ഡേറ്റ് ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട അല്ലെങ്കിൽ ചെയ്യേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇനി പറയുന്നത്. അതിൽ ഒന്നാമത്തെ കാര്യം, നിങ്ങൾക്ക് പ്രീവിയസ് ആയിട്ടുള്ള അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം ഇപ്പം ഏറ്റവും ലേറ്റസ്റ്റ് ഉള്ളത് നമുക്കറിയാം 17.3.1 ആണ്. കുറേയധികം യൂസേഴ്സ് ഈ ഒരു സോഫ്റ്റ്വെയറിൻ്റെ ആയിട്ടുള്ള പല ഇഷ്യൂസും അല്ലെങ്കിൽ ബാറ്ററി ഡ്രെയിനിങ് ഇങ്ങനെയുള്ള പല കാര്യങ്ങളെയും പേടിച്ച് അപ്ഡേറ്റ് ചെയ്യാത്തതായിട്ട് ധാരാളം യൂസേഴ്സ് ഉണ്ട്. സോ അങ്ങനെയുള്ളവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഈ ഒരു ബാറ്ററി ഡ്രെയിനിങ്ങും പെർഫോമൻസിനുള്ള വ്യത്യാസങ്ങളൊക്കെ പേടിച്ചിട്ടാണ് അപ്ഡേറ്റ് ചെയ്യാതിരിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലാപ്പോ കമ്പ്യൂട്ടറോ, ഇപ്പോൾ ലാപ്പും കമ്പ്യൂട്ടറോ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ iTunes ഉപയോഗിച്ച് അപ്ഡേറ്റ് ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ലാപ്പോ കമ്പ്യൂട്ടറോ ബോറോ ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സിനോടോ അല്ലെങ്കിൽ ഫാമിലി മെമ്പേഴ്സിനോടോ നിങ്ങൾ ബോറോ ചെയ്തിട്ട് iTunes ഉപയോഗിച്ച് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യുക. അങ്ങനെ ചെയ്യാൻ പറഞ്ഞതിൻ്റെ കാര്യം, നിങ്ങളുടെ ഈ പറഞ്ഞ ബഗ്ഗുകൾ അല്ലെങ്കിൽ ഇഷ്യൂസിനെയൊക്കെ നമുക്ക് നല്ലപോലെ ഒരു പരിധി വരെ കുറയ്ക്കാൻ സാധിക്കും. സോഫ്റ്റ്വെയർ അപ്ഡേറ്റുകൾ എന്ന് പറയുന്നത് വെറുതെ കുറച്ച് പുതിയ ഫീച്ചേഴ്സ് തരാൻ വേണ്ടി മാത്രം കൊണ്ടുവരുന്ന ഒരു സംഭവമല്ല. അതിൽ കുറേയധികം ഫേംവെയർ അപ്ഡേറ്റുകളുണ്ടാകും. അതോടൊപ്പം തന്നെ ബഗ് ഫിക്സസ്, സെക്യൂരിറ്റി പാച്ചസ്, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ഒരു അപ്ഡേറ്റിനകത്ത് വന്നിട്ടുണ്ട് അല്ലെങ്കിൽ വരുന്നുണ്ട്. സോ അതുകൊണ്ട് ഒരു കാര്യത്തെ മാത്രം നമ്മൾ പേടിച്ച് നിന്നാൽ നമ്മൾ അങ്ങനെ നിന്ന് പോകത്തേ ഉള്ളൂ. സോ തീർച്ചയായിട്ടും നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യുക. ഇതിലെ രണ്ടാമത്തെ കാര്യം, നിങ്ങളിപ്പം iTunes ഉപയോഗിച്ചല്ല അപ്ഡേറ്റ് ചെയ്യാൻ പോകുന്നെങ്കിൽ നമുക്ക് വിഷയമില്ല. നമുക്കറിയാം സെറ്റിങ്സിൽ പോയി അവിടുന്ന് സോഫ്റ്റ്വെയർ അപ്ഡേറ്റിൻ്റെ ഓപ്ഷനിൽ പോയിട്ട് നമുക്ക് അപ്ഡേറ്റ് ചെയ്യാൻ സാധിക്കും, OT അപ്ഡേറ്റ് ചെയ്യാൻ സാധിക്കും. ഇനി അങ്ങനെ ചെയ്യുന്നവരോട് ചില സർവീസ് സെൻറ്റേഴ്സിൽ യൂസേഴ്സ് ചെന്നപ്പം അവരോട് പറഞ്ഞൊരു മണ്ടത്തരമായിട്ടുള്ളൊരു കാര്യമാണ്, ചില സർവീസ് സെൻറ്റേഴ്സിൽ ആളുകൾ എന്ത് ലോജിക്കിൻ്റെ ബേസിലാണ് ഇത് പറയുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, പക്ഷേ പറയുന്ന കാര്യത്തിൽ യാതൊരു ലോജിക്കും ഇല്ല. സോ സംഭവം എന്താണെന്ന് വെച്ചാൽ, iPhone അപ്ഡേറ്റ് ചെയ്യുന്ന സമയത്ത്, സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ മൊബൈൽ ഡേറ്റ ഉപയോഗിച്ചിട്ട് അപ്ഡേറ്റ് ചെയ്യുക, വൈഫൈ ഉപയോഗിച്ച് ചെയ്യല്ല എന്നുള്ളൊരു കാര്യം പറഞ്ഞു. സോ അതിനെന്ത് പ്രസക്തിയാണ് അല്ലെങ്കിൽ എന്ത് അടിസ്ഥാനത്തിലാണ് അത് പറഞ്ഞതെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല. കാരണം മൊബൈൽ ഡേറ്റ ആയാലും വൈഫൈ ഉപയോഗിച്ചാണെങ്കിലും നിങ്ങൾ സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്യുന്നത് ആപ്പിളിൻ്റെ സെർവറിൽ നിന്നാണ്. സോ ഇത് ഈ പറഞ്ഞ സംഭവം, ഈ പറഞ്ഞ സോഫ്റ്റ്വെയർ പൂർണ്ണമായിട്ടും ഡൗൺലോഡ് ആകാതെ ഇതിൻ്റെ ഇൻസ്റ്റലേഷൻ തുടങ്ങത്തില്ല. സോ അതുകൊണ്ട് വൈഫൈ ആയാലും മൊബൈൽ ഡേറ്റ ആയാലും സംഭവം എല്ലാം സെയിം തന്നെയാണ്, ഒരു സ്ഥലത്തു നിന്ന് തന്നെയാണ് വരുന്നത്. സോ എന്ത് ലോജിക്ക്, എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് മൊബൈൽ ഡേറ്റ ഉപയോഗിച്ച് അപ്ഡേറ്റ് ചെയ്യുന്നതാണ് നല്ലത്, വൈഫൈ ഉപയോഗിച്ച് അപ്ഡേറ്റ് ചെയ്യുന്നത് ചീത്തയാണെന്ന് പറയുന്നതിൻ്റെ കാര്യത്തിൽ അല്ലെങ്കിൽ അതിൻ്റെ പുറകിലുള്ള സത്യം എന്താണെന്ന് എത്ര ചിന്തിച്ചിട്ടും മനസ്സിലാകുന്നില്ല. സോ അങ്ങനെയുള്ള മണ്ടത്തരങ്ങളിൽ നിങ്ങൾ വീഴാതിരിക്കുക. നിങ്ങൾക്ക് വൈഫൈ ഉപയോഗിച്ചോ മൊബൈൽ ഡേറ്റ ഉപയോഗിച്ചോ നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യാം, ഒരു കുഴപ്പമില്ല. അല്ലാത്ത പക്ഷം
ക്ലീൻ ഇൻസ്റ്റലേഷൻ ചെയ്യാനാണ് ഞാൻ പറഞ്ഞത്. ഐട്യൂൺസ് ഉപയോഗിച്ച് അപ്ഡേറ്റ് ചെയ്യാൻ സാധിക്കുന്നവർ അങ്ങനെ ചെയ്യുക. അതിനുള്ള ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ നമ്മളിത് ഈ ഒരു വീഡിയോയിൽ ഐട്യൂൺസ് ഉപയോഗിച്ച് എങ്ങനെയാണ് പ്രോപ്പറായിട്ട് അപ്ഡേറ്റ് ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങൾ ഈ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. പിന്നീട് അറിയാൻ സാധിച്ച മറ്റൊരു അപ്കമിങ് ചേഞ്ചാണ് നമ്മുടെ ആപ്പിൾ ID. ഇതാണ് നമ്മളുടെ ആപ്പിൾ അക്കൗണ്ട് അല്ലെങ്കിൽ ആപ്പിൾ ID എന്ന് പറയുന്നത്. നിലവിൽ നമ്മളെല്ലായിടത്തും നോക്കിയാലും എവിടെ നോക്കിയാലും നമുക്ക് ആപ്പിൾ ID എന്നുള്ളൊരു പേരിലാണ് ഇത് ഡിനോട്ട് ചെയ്തേക്കുന്നത്. ഇപ്പോൾ ആപ്പിളിൻ്റെ സൈറ്റോ മറ്റേത് ഓപ്ഷൻസ് നിങ്ങൾ നോക്കിയോ ആപ്പിൾ ID എന്നുള്ളതാണ്. എന്നാൽ ലേറ്റസ്റ്റ് ആയിട്ട് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് ആപ്പിൾ ID എന്നുള്ളത് മാറ്റി ആപ്പിൾ അക്കൗണ്ട് എന്നുള്ളൊരു റീനെയിമിങ് അല്ലെങ്കിൽ റീബ്രാൻഡിങ് ആപ്പിൾ ഇതിൽ കൊണ്ടുവരുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. പിന്നീട് അടുത്ത വരാൻ പോകുന്നത് നമ്മളുടെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ്. ബിഗ് അപ്ഡേറ്റ് തന്നെയാണ് 17.4. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു മാറ്റമാണ്. യൂറോപ്യൻ യൂണിയനിൽ നമുക്ക് തേർഡ് പാർട്ടി ആപ്പ് സ്റ്റോർ ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കും. അതിലൂടെ നമ്മുടെ ആപ്പിളിൻ്റെ ഒഫീഷ്യൽ ആപ്പ് സ്റ്റോറിൽ നിന്നല്ലാതെ മറ്റ് തേർഡ് പാർട്ടി ആപ്പ് സ്റ്റോറുകളിൽ നിന്ന് മറ്റ് ആപ്ലിക്കേഷൻസ് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും എന്നുള്ള കാര്യം. ഇത്രയും കാലം നമ്മൾ ജെയിൽ ബ്രേക്കിംഗ്, ട്രോൾ സ്റ്റോർ, അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പല IPA ഇഞ്ചക്ഷൻ, അതിലൂടെയൊക്കെയാണ് നമ്മൾ പല തേർഡ് പാർട്ടി, അതായത് ആപ്പിളിൻ്റെ ഓതറൈസേഷൻ ഇല്ലാത്ത ആപ്പുകളൊക്കെ നമ്മുടെ ഐഫോണിൽ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ യൂറോപ്യൻ യൂണിയനിലെ ഈ ഒരു ലോ അതിനൊരു മാറ്റം കൊണ്ടുവരുവാണ്. നമുക്ക് ഐഫോണിൽ തേർഡ് പാർട്ടി ആപ്പ് സ്റ്റോർ ഇൻസ്റ്റാൾ ചെയ്യാം. അതിൽ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് മാക് യൂസേഴ്സിനൊക്കെ അറിയാം സെറ്റ് ആപ്പ് ഇതൊരു ആപ്പ് സ്റ്റോറാണ്. നമുക്ക് മാക്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു തേർഡ് പാർട്ടി ആപ്പ് സ്റ്റോറാണ്. സോ അവർ ഐഫോണിലേക്ക് അല്ലെങ്കിൽ iOSലേക്ക് അവരുടെ ഈ ഒരു നിയമപ്രകാരമുള്ളൊരു തേർഡ് പാർട്ടി ആപ്പ് സ്റ്റോർ കൊണ്ടുവരുന്നു അല്ലെങ്കിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു എന്നാണ് അറിയാൻ സാധിച്ചത്. സോ അങ്ങനെ വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ ഐഫോണിലെ ആപ്പ് സ്റ്റോറിൽ ലഭിക്കാത്ത ധാരാളം ആപ്ലിക്കേഷൻസ് ഈ സെറ്റ് ആപ്പിലൂടെ ഡൗൺലോഡ് ചെയ്ത് ഐഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കും. മിക്കവാറും iOS 18 നമുക്കിത് മറ്റുള്ള രാജ്യങ്ങളിലേക്ക് പ്രതീക്ഷിക്കാം ഈ ഒരു ചേഞ്ച് എന്നുള്ളതാണ്. ആപ്പിളിൻ്റെ സ്വന്തം മ്യൂസിക് പ്ലാറ്റ്ഫോമായിട്ടുള്ള ആപ്പിൾ മ്യൂസിക് നമ്മുടെ iOSലും മാക്കിലും ഒക്കെ നമ്മൾ കാണുന്നതാണ്. ഇത് ഐഫോൺ അല്ലെങ്കിൽ iOS ഡിവൈസുകളിൽ മാത്രമല്ല, നമുക്ക് ആൻഡ്രോയിഡ് പ്ലേ സ്റ്റോറിൽ പോയി അവിടെ നിന്നും ആൻഡ്രോയിഡ് ഡിവൈസുകളിലേക്കും ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. എന്നാൽ വളരെ റീസെൻ്റ്ലി ആൻഡ്രോയിഡ് ഡിവൈസിൽ റൺ ചെയ്യുന്ന ആപ്പിൾ മ്യൂസിക്കിൽ കണ്ട ഒരു പുതിയ ഫീച്ചർ, അപ്കമിങ് ആയിട്ടുള്ളൊരു ഫീച്ചറാണ്. അതിൻ്റെ സ്ക്രീൻഷോട്ടാണ് നിങ്ങൾ ഈ കാണുന്നത്. അതായത് നമുക്ക് മ്യൂസിക് സർവീസുകൾ മറ്റ് തേർഡ് പാർട്ടി മ്യൂസിക് സർവീസസ് ചെയ്യുന്ന അല്ലെങ്കിൽ പ്ലാറ്റ്ഫോമുകളിൽ നിന്ന് നമുക്കിനി പ്ലേലിസ്റ്റുകൾ ഡയറക്റ്റ്ലി ആപ്പിൾ മ്യൂസിക്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കും എന്നുള്ളൊരു പുതിയ ഫീച്ചർ. ഈ ഒരു ഫീച്ചർ ഫങ്ഷൻ ചെയ്യുന്നത് തേർഡ് പാർട്ടി സർവീസ് ആയിട്ടുള്ള സോങ് ഷിഫ്റ്റ് എന്നുള്ളതിൻ്റെ സഹായത്തോടാണ്. ഇവിടെ കാണാം നമുക്ക് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ തന്നെയുണ്ട് സോങ് ഷിഫ്റ്റ്. അങ്ങനെ വരുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ കൊടുത്തിരിക്കുന്ന പോലെ മറ്റ് തേർഡ് പാർട്ടി മ്യൂസിക് സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമുകളിൽ നിന്ന് നമുക്ക് അതിൻ്റെ പ്ലേലിസ്റ്റ് നമ്മളവിടെ ക്രിയേറ്റ് ചെയ്തേക്കുന്ന പ്ലേലിസ്റ്റുകളെല്ലാം ഒരു ഹസലും ഇല്ലാതെ നമുക്ക് നമ്മുടെ ആപ്പിൾ മ്യൂസിക് പ്ലേലിസ്റ്റിലേക്ക് അല്ലെങ്കിൽ മ്യൂസിക്കിലേക്ക് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെയാണ് ആപ്പിളിൻ്റെ കുറച്ച് ന്യൂസും അതോടൊപ്പം 17.4 അപ്ഡേറ്റിനെ പറ്റി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും പോയി നമ്മൾ ലൈക്ക് ബട്ടൺ സ്മാഷ് ചെയ്യുക. സോ വൺസ് അഗൈൻ ദിസ് ഈസ് മീ മിലൻ. Catch you guys in the next video. Till then.